നമസ്കാരം. യുഎഇയിലെ രണ്ടാംഘട്ട സ്വദേശീവൽക്കരണ പദ്ധതിയുടെ സമയപരിധി ഡിസംബർ 31-നകം തീരും. 20 മുതൽ 49 വരെ തൊഴിലാളികൾ ജോലി ചെയ്യുന്ന സ്വകാര്യ മേഖലാ കമ്പനികളിൽ ഈ വർഷം ഒരു സ്വദേശിയെ ജോലിക്ക് വെക്കണമെന്നാണ് മാനവശേഷി സ്വദേശീവൽക്കരണ മന്ത്രാലയത്തിന്റെ നിർദ്ദേശം. ഈ നിർദ്ദേശം ലംഘിക്കുന്ന സ്ഥാപനങ്ങൾക്ക് 96,000 ദിർഹം പിഴ ചുമത്തും. 2025-ലും നിയമലംഘനം ആവർത്തിച്ചാൽ പിഴ 1.08 ലക്ഷം ദിർഹമാക്കി ഉയർത്തും. സ്വദേശീവൽക്കരണം നടത്തിയെന്ന് വ്യാജരേഖയുണ്ടാക്കി മന്ത്രാലയത്തെയും സ്വദേശികളെയും കബളിപ്പിക്കുന്ന സ്ഥാപനങ്ങൾക്ക് വൻ തുക പിഴയ്ക്ക് പുറമെ ഉപരോധവും ഏർപ്പെടുത്തും. ഇത്തരം കമ്പനികളിലെ തൊഴിലാളികളുടെ എണ്ണം അനുസരിച്ച് ആളൊന്നിന് 20,000 ദിർഹം മുതൽ 1 ലക്ഷം ദിർഹം വരെയായിരിക്കും പിഴയെന്നും അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം 1818 കമ്പനികൾ സ്വകാര്യവൽക്കരണ നിയമം ലംഘിച്ചതായും കണ്ടെത്തിയിരുന്നു. നിയമലംഘനം നടത്തിയ എല്ലാ സ്ഥാപനങ്ങൾക്കുമെതിരെ 20,000 ദിർഹം മുതൽ 5 ലക്ഷം ദിർഹം വരെ പിഴ ചുമത്തും. 2022-ന്റെ രണ്ടാം പകുതി മുതൽ 2024 സെപ്റ്റംബർ 17 വരെയാണ് ഇവർ നിയമങ്ങൾ ലംഘിച്ച് നിയമനങ്ങൾ നടത്തിയിരിക്കുന്നത്. ഈ കമ്പനികൾ 2784 പേരെയാണ് നിയമവിരുദ്ധമായി നിയമിച്ചിരിക്കുന്നത്. ഇവർ സാങ്കല്പിക പ്രാദേശികവൽക്കരണത്തിലൂടെ നിയമങ്ങളെ മറികടക്കാൻ ശ്രമിച്ചതായി തെളിയിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, ഇവർക്കെതിരെ പ്രോസിക്യൂഷൻ നടപടികൾ സ്വീകരിക്കുമെന്നാണ് പുറത്തുവരുന്ന വിവരം. നിയമലംഘകരായ കമ്പനികളെ മൊഹ്റയുടെ സിസ്റ്റങ്ങളിൽ ഏറ്റവും താഴെത്തട്ടിലാണ് തരംതിരിച്ചിരിക്കുന്നത്. ശരിയായ സ്വദേശീവൽക്കരണം നടപ്പാക്കുന്നതിനൊപ്പം ആവശ്യമായ സാമ്പത്തിക വിഹിതം നൽകാനും കമ്പനികളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എമിറൈറ്റൈസേഷൻ നിയമങ്ങൾ ലംഘിച്ച വ്യക്തികൾക്ക് അവരുടെ നാഫീസ് ആനുകൂല്യങ്ങളും മറ്റു മുൻകാല സാമ്പത്തിക ആനുകൂല്യങ്ങളും നിർത്തലാക്കും. 2024 ജനുവരി 1-ന് മുമ്പ് നിയമിച്ച UAE പൗരന്മാരെ നിലനിർത്തുക, സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്ന UAE പൗരന്മാർക്ക് പെൻഷൻ, സാമൂഹിക സുരക്ഷാ സംവിധാനങ്ങൾ എന്നിവയിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പാക്കുക, വേതന സുരക്ഷാ സംവിധാനം വഴി ശമ്പള വിതരണം നടത്തുക തുടങ്ങിയ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നും സ്ഥാപനങ്ങളോട് അധികൃതർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. 14 മേഖലകളിൽ പ്രവർത്തിക്കുന്ന 12,000-ലധികം കമ്പനികൾക്ക് ഈ തീരുമാനം ബാധകമാണ്. അതേസമയം 50-ലേറെ ജീവനക്കാരുള്ള സ്ഥാപനങ്ങൾ വർഷം 2% സ്വദേശികളെ നിയമിക്കണമെന്ന പദ്ധതി 3-ാം വർഷത്തിലെത്തിയിട്ടുണ്ട്. ഈ വിഭാഗം സ്ഥാപനങ്ങൾ വർഷാവസാനത്തോടെ 6% സ്വദേശികളെ നിയമിച്ചിരിക്കണം. 2026 അവസാനത്തോടെ സ്വകാര്യ മേഖലയിൽ 10% സ്വദേശീവൽക്കരണം നടപ്പാക്കാനാണ് മന്ത്രാലയം ലക്ഷ്യമിടുന്നത്. പ്രവാസികളുടെ കോടികളാണ് നമ്മുടെ നാട്ടിലെത്തുന്നത്. അതായത് നമ്മുടെ നാട്ടിലെ വരുമാനത്തിന്റെ നല്ലൊരു ഭാഗവും പ്രവാസികളുടേതാണെന്ന് പറയാം. എന്തായാലും സ്വദേശീവൽക്കരണം പ്രവാസികൾക്ക് തിരിച്ചടിയായി മാറും. ന്യൂസ് ഡെസ്ക് ഈനാട് മലയാളം.